ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഫാം സെക്കൻഡ് സെമിസ്റ്ററിൽ ബയോകെമിസ്ട്രിയിൽ ഒരു ടോപ്പിക്കാണ് അലോസ്റ്റെറിക് എൻസൈം റെഗുലേഷൻസ്. ആ എൻസൈം എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പോർഷനിലോട്ട് പോകാം. അതിന് തന്നെ അലോസ്റ്റെറിക് എൻസൈംസ് എന്താണ്? അലോസ്റ്റെറിക് എൻസൈംസ് ഇപ്പം നോർമലി ഉള്ള എൻസൈമിൽ നിന്ന് ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളുള്ള എൻസൈം കാറ്റഗറിയാണ് അലോസ്റ്റെറിക് എൻസൈം. ഇനി എവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്? അപ്പം നോർമൽ എൻസൈംസിൽ നിന്നും ഈ എൻസൈംസ് അലോസ്റ്റെറിക് എൻസൈംസ് പോസസ് അഡീഷണൽ സൈറ്റ്സ്. അതായത് വേറെ നോർമലി ആക്റ്റീവ് സൈറ്റ് അല്ലാതെയുള്ള ഒരു അഡീഷണൽ സൈറ്റ് അലോസ്റ്റെറിക് എൻസൈംസിൽ ഉണ്ടാകും. ഓക്കെ, അത് നമ്മൾ അലോസ്റ്റെറിക് സൈറ്റ് എന്ന് വിളിക്കും. ഇപ്പം എന്താണ് ആക്റ്റീവ് സൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ്, അല്ലെങ്കിൽ ഒരു എൻസൈമിന്റെ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ഒരു സബ്സ്ട്രേറ്റ് എന്താണോ കൺവേർഷൻ നടക്കേണ്ടത് അത് വന്ന് ബൈൻഡ് ചെയ്യും. അതിന് ശേഷമാണ് ചേഞ്ച് നടക്കുന്നത്. റൈറ്റ്? അപ്പൊ ആ ഒരു സൈറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. ആ സൈറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. അപ്പൊ ആക്റ്റീവ് സൈറ്റ് കൂടാതെ ഒരു അഡീഷണൽ സൈറ്റ് ആ സെയിം എൻസൈമിൽ പ്രസന്റ് ആയിരിക്കും. ആ സൈറ്റിനെയാണ് നമ്മൾ അലോസ്റ്റെറിക് സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ അലോസ്റ്റെറിക് സൈറ്റിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്തായിരിക്കും? ഓക്കെ, സോ വൺ മോർ ടൈം, അലോസ്റ്റെറിക് സൈറ്റ്സ് എന്ന് വെച്ചാൽ ദേ ആർ യുണീക് പ്ലേസസ് ഓൺ ദി എൻസൈം മോളിക്യൂൾ. ഇനി അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസിന് നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്. They are called as allosteric effectors അല്ലെങ്കിൽ അലോസ്റ്റെറിക് മോഡുലേറ്റേഴ്സ്. ഒരേ സാധനം തന്നെയാണ്, രണ്ട് ഡിഫറെന്റ് പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അലോസ്റ്റെറിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ വിളിക്കുന്ന പേര് ഒന്നില്ലെങ്കിൽ അലോസ്റ്റെറിക് ഇഫക്റ്റർ അല്ലെങ്കിൽ അലോസ്റ്റെറിക് മോഡുലേറ്റർ. ഇനി ആ ഇഫക്റ്റർ അല്ലെങ്കിൽ മോഡുലേറ്റർ വന്ന് അലോസ്റ്റെറിക് സൈറ്റിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, നമ്മളൊരു ആക്റ്റീവ് സൈറ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് അവിടെയാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് അതിന് ആ ഒരു കെമിക്കൽ ചേഞ്ച്, ആ എൻസൈം എന്താണോ ആ ചേഞ്ച് നടത്തുന്നത്, അത് ആ മോളിക്യൂളിൽ വരുത്തും. അപ്പൊ ഈ പൊസിഷനിൽ അല്ലെങ്കിൽ ഈ പ്ലേസിൽ ആദ്യം ഉണ്ടാകുന്ന ഷേപ്പ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന് ചെറിയ ചേഞ്ചസ് വരും വെൻ ആൻ അലോസ്റ്റെറിക് ആക്ടിവേറ്റർ ഓർ മോഡുലേറ്റർ ബൈൻഡ്സ്. അപ്പൊ നമ്മളിവിടെ കണ്ടിരിക്കുന്ന ആ റെഡ് സാധനം കയറിയിരിക്കുന്നത് അലോസ്റ്റെറിക് സൈറ്റിലാണ്. എന്താണ് ഇനി ആ നമ്മൾ കാണിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ഇഫക്റ്റർ, അലോസ്റ്റെറിക് ഇഫക്റ്റർ അല്ലെങ്കിൽ മോഡുലേറ്റർ. സോ അതവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആക്റ്റീവ് സൈറ്റിൽ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യാൻ പോകുന്ന സൈറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരും, അതിന്റെ ഷേപ്പിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരും. ആ ചേഞ്ചസിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൺഫർമേഷണൽ ചേഞ്ചസ്. അപ്പൊ അതിൽ ചേഞ്ചസ് വരുന്നത് ചിലപ്പോൾ അത് ആ റിയാക്ഷൻ ഫേവറബിൾ ആക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ നോട്ട് ഫേവറബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ അലോസ്റ്റെറിക് മോഡുലേറ്റേഴ്സ് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ കൊടുക്കാം ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ആക്ടിവിറ്റി. ഒന്നില്ലെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് അലോസ്റ്റെറിക് മോഡുലേറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് അലോസ്റ്റെറിക് മോഡുലേറ്റർ എന്ന് വിളിക്കാം. അപ്പൊ ആ വാക്ക് പറയുന്ന പോലെ തന്നെ ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ഇഫക്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇഫക്റ്റ് കാണിക്കും. എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് ഇഫക്റ്റ് കാണിക്കുക? ആ എൻസൈമിന്റെ ആക്ടിവിറ്റി കൂട്ടുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ പോസിറ്റീവ് അലോസ്റ്റെറിക് മോഡുലേറ്റർ. ഓക്കെ, അതേസമയം അതിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുകയാണ്, ആ എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുകയാണ്. എന്താണ് ആക്ടിവിറ്റി? ആ എൻസൈമിന്റെ ഫംഗ്ഷൻ അതിനെ കുറയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ നെഗറ്റീവ് അലോസ്റ്റെറിക് മോഡുലേറ്റർ. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മോഡുലേറ്റർ, ഒന്നില്ലെങ്കിൽ നമുക്ക് അതിനെ ആക്ടിവേറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൻഹിബിറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് പ്രോസസ് നമുക്ക് പോസിറ്റീവ് അലോസ്റ്റീറിസം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് അലോസ്റ്റീറിസം എന്ന് വിളിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ആക്ടിവിറ്റി. ഒന്നല്ലെങ്കിൽ എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് അലോസ്റ്റീറിസം. ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് അലോസ്റ്റീറിസം. ഇനി ഇത് പെർമനന്റ് ബോണ്ടിങ് അല്ല, ഇറ്റ് ഈസ് ഓൺലി എ നോൺ കോവലന്റ് ബോണ്ടിങ്. അതായത് നമ്മുടെ മോഡുലേറ്റർ വന്നിട്ട് അലോസ്റ്റെറിക് സൈറ്റിൽ ബോണ്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ നോൺ കോവലന്റ് റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്, അല്ലാതെ അത് നോൺ റിവേഴ്സിബിൾ അല്ല.
പക്ഷെ ആ ബൈൻഡിങ് സംഭവിക്കുമ്പോൾ അതിൽ ആക്റ്റീവ് സൈറ്റിൽ ചേഞ്ചസ് വരും, ഷേപ്പിലൊക്കെ ചേഞ്ചസ് വരും. അതിനെയാണ് നമ്മൾ കൺഫർമേഷണൽ ചേഞ്ചസ് എന്ന് വിളിക്കുക. അപ്പോൾ ദിസ് ലീഡ് ടു ഐദർ ആക്ടിവേഷൻ ഓർ ഇൻഹിബിഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് എൻസൈം. ഓക്കെ, ഇനി എന്താണ് പോസിറ്റീവ് അലോസ്റ്റെറിക് മോഡുലേറ്റർ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മുടെ ഇഫക്റ്റർ വന്നു അല്ലെങ്കിൽ മോഡുലേറ്റർ വരികയാണ്, അവിടെ വരച്ചിരിക്കുന്നതാണ് ആ ഇഫക്റ്റർ അല്ലെങ്കിൽ മോഡുലേറ്റർ എന്ന് പറയുന്നത്. അത് വരുന്നു നമ്മുടെ അല്ലോസ്റ്റെറിക് സൈറ്റ്, അതുണ്ടായിരുന്ന സൈറ്റിൽ അല്ലേ, അവിടെയാണ് അല്ലോസ്റ്റെറിക് സൈറ്റ് ഉണ്ടായിരുന്നത്. അവിടെ കയറി ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സൈറ്റിൽ കയറിയിട്ട് ബൈൻഡ് ചെയ്യണം. ഇനി അവിടെ സൈറ്റിൽ കയറി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ആക്റ്റീവ് സൈറ്റിന് പല വ്യത്യാസങ്ങൾ വരാം. ഒന്നില്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള വ്യത്യാസമാവാം, അല്ലെങ്കിൽ നോട്ട് ഫേവറബിൾ. ഇൻ കേസ് പോസിറ്റീവ് അലോസ്റ്റെറിക് ഇഫക്റ്റ് ആണ് അല്ലെങ്കിൽ മോഡുലേറ്റർ ആണ് അവിടെ ബൈൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി എ ഫേവറബിൾ കൺഫർമേഷണൽ ചേഞ്ച്. അതായത് വരുന്ന സബ്സ്ട്രേറ്റിന് നല്ല രീതിയിൽ ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് അലോസ്റ്റെറിക് ഇഫക്റ്റ്. ഇനി നെഗറ്റീവ് അലോസ്റ്റെറിക് ഇഫക്റ്റ് ആണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ അലോസ്റ്റെറിക് സൈറ്റിൽ എഫക്റ്റർ വന്ന് ബൈൻഡ് ചെയ്തു അല്ലെങ്കിൽ മോഡുലേറ്റർ വന്ന് ബൈൻഡ് ചെയ്തു. ഇനി ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇതുമായിട്ട് യാതൊരു രീതിയിൽ യോജിച്ച് പോകുന്ന ഒരു കൺഫർമേഷണൽ ചേഞ്ച് അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റിന് ഇനി അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇനി അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രോസസ്സ് മുന്നോട്ട് നടക്കത്തില്ല, എൻസൈമിലുള്ള ആ ഒരു ചേഞ്ച് കൺവേർഷൻ നടക്കത്തില്ല. സോ ദിസ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് അലോസ്റ്റെറിക് ഇഫക്റ്റ്. ഇനി അതിന് സാധ്യമാവുന്ന ഇഫക്റ്ററിന്റെ പേരാണ് നെഗറ്റീവ് അലോസ്റ്റെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ മോഡുലേറ്റർ. ഇനി ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് വേറെ രീതിയിൽ കൂടി ക്ലാസിഫൈ ചെയ്യാം. ദിസ് ഇസ് ഹോമോട്രോപിക് അലോസ്റ്റെറിക് മോഡുലേറ്റർ ആൻഡ് ഹെറ്ററോട്രോപിക് അലോസ്റ്റെറിക് മോഡുലേറ്റർ. ഈ അലോസ്റ്റെറിക് മോഡുലേറ്ററിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ മോഡുലേറ്റേഴ്സിന് തന്നെയാണ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു സബ്സ്ട്രേറ്റും ഉണ്ട്, പിന്നെ ഒരു മോഡുലേറ്ററും ഉണ്ട് അല്ലെങ്കിൽ ഇഫക്റ്ററും ഉണ്ട് അല്ലേ. അപ്പൊ ഈ വരച്ചിരിക്കുന്നതാണ് സബ്സ്ട്രേറ്റ്, ഇത് മോഡുലേറ്റർ ആണ്. രണ്ട് കേസ് വരാം. ഒന്നില്ലെങ്കിൽ സബ്സ്ട്രേറ്റ് തന്നെ വന്നിട്ട് നമ്മുടെ അലോസ്റ്റെറിക് സൈറ്റുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഈ കാണിച്ചിരിക്കുന്നത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ഷേപ്പ് ആണ്. സോ ദേ ആർ ടോട്ടലി ഡിഫറെന്റ് മോളിക്യൂൾസ്. അപ്പൊ ടോട്ടലി ഡിഫറെന്റ് മോളിക്യൂൾസ് ആണെങ്കിൽ ദേ ആർ കോൾഡ് ആസ് ഹെറ്ററോട്രോപിക് അലോസ്റ്റെറിക് മോഡുലേറ്റർ. ഇനി അതേസമയം സബ്സ്ട്രേറ്റിന് ഇതേ ഷേപ്പിലുള്ള സബ്സ്ട്രേറ്റിന് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചോ. ഓക്കെ, സോ ദാറ്റ് മീൻസ് സബ്സ്ട്രേറ്റും ഇഫക്റ്ററും അല്ലെങ്കിൽ മോഡുലേറ്ററും ദേ ആർ സെയിം. ആ കേസാണ് ഹോമോട്രോപിക് അലോസ്റ്റെറിക് മോഡുലേറ്റർ. ഓക്കെ, so if the substance and modulator is the same, substrate and the modulator is the same for the enzyme, it is called as homotropic allosteric modulator. ഇനി അതേ സമയം if the substrate and allosteric modulator are different for the enzyme, ആ കേസിൽ അതിനെ വിളിക്കുന്നതാണ് heterotropic allosteric modulator. അടുത്തത് അതിന്റെ കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ റേറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ നോർമലി ഒരു എൻസൈം ഫോളോ ചെയ്യുന്ന മൈക്കലി മെന്റൻ കൈനറ്റിക്സ് അല്ല നമ്മുടെ അല്ലോസ്റ്റെറിക് എൻസൈംസ് ഫോളോ ചെയ്യുന്നത്, അതിന് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി വേഴ്സസ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ വരച്ചത് പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൈക്കലി മെന്റൻ എൻസൈം കാണിക്കുന്നത് ഒരു ഹൈപ്പർബോളിക് കർവ് ആണ്. അത് നമുക്കറിയാം, ഈ കാണിച്ചിരിക്കുന്നതാണ് ഹൈപ്പർബോളിക് കർവ് അല്ലെ. ആ കർവ് ആണ് മൈക്കലി മെന്റൻ എൻസൈംസ് കാണിക്കുക, അല്ലെങ്കിൽ നോർമലി കാണിക്കുന്ന എൻസൈംസ് കാണിക്കാൻ പോണത്. പക്ഷെ അല്ലോസ്റ്റെറിക് എൻസൈംസ് അങ്ങനെയുള്ള ഒരു കർവ് അല്ല തരിക, അത് ഡിഫറെന്റ് കർവ് ആയിരിക്കും തരിക. അപ്പൊ നമ്മൾ അല്ലോസ്റ്റെറിക് എൻസൈമിന്റെ കർവ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ചെറിയ വ്യത്യാസം കാണും. അതിനെയാണ് നമ്മൾ ആ കർവിനെയാണ് സിഗ്മോയിഡൽ കർവ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ വരച്ചിരിക്കുന്നതാണ് സിഗ്മോയിഡൽ കർവ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു എസ് പോലെ അല്ലെ, എസിന്റെ രൂപത്തിലാണ് അത് കിടക്കുന്നത്. സോ ദിസ് ഈസ് ദ സിഗ്മോയിഡൽ കർവ്. ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, ഈ കേസിൽ ഇറ്റ് ഓൾസോ ഷോ കോഓപ്പറേറ്റിവിറ്റി. അപ്പൊ എന്താണ് ഈ ടേം എന്ന് വെച്ചാൽ, ഒരു ലിഗാൻഡ് ബൈൻഡ് ചെയ്യണം, ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
it will actually affect the binding of subsequent ligand molecule. അപ്പോൾ ഒന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലിഗാൻഡ് മോളിക്യൂളിലെ ബൈൻഡിങ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂളിലെ ബൈൻഡിങ്ങിനെ കൂടി അത് ഇൻഫ്ലുവൻസ് ചെയ്യും, അതിനെ കൂട്ടാൻ ഇതിന് കഴിയും. അതിനെയാണ് കോഓപ്പറേറ്റിവിറ്റി എന്ന് നമ്മളിവിടെ ടേം പറയുന്നത്. അത് എവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് യു ആർ സീയിങ് ഇൻ അല്ലോസ്റ്റെറിക് എൻസൈം സിസ്റ്റം. ഓക്കെ, അപ്പോൾ ദേ ഷോസ് സിഗ്മോയിഡൽ കർവ് ഫോർ അല്ലോസ്റ്റെറിക് എൻസൈംസ്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ റേറ്റ് അല്ലെങ്കിൽ അഫിനിറ്റി, രണ്ട് കാര്യങ്ങൾ ഈ ഒരു കൈനറ്റിക്സ് വരുമ്പോൾ പറയാനുണ്ട്. ഒന്ന് സബ്സ്ട്രേറ്റ് അഫിനിറ്റിയും പിന്നെ പറയുന്നതാണ് റിയാക്ഷൻ വെലോസിറ്റി. അപ്പൊ ഈ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ, നമുക്കറിയാം രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്ററും ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്ററും ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മോഡുലേറ്റർ സബ്സ്ട്രേറ്റ് അഫിനിറ്റിയും മാറും. ഇപ്പൊ സപ്പോസ് അവിടെ ഉള്ളത് ഒരു പോസിറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ ആണെങ്കിൽ സബ്സ്ട്രേറ്റ് അഫിനിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഗ്രാഫിന് അതിനനുസരിച്ചുള്ള ചേഞ്ച് വരും. അപ്പം മേളിൽ വരച്ചിരിക്കുന്നത് പോസിറ്റീവ് അല്ലോസ്റ്റെറിക് ഇഫക്റ്റ് ആണ്, മോഡുലേറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യും. ഈ നടുവിൽ വരച്ചിരിക്കുന്നതാണ് നോർമൽ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് സ്ലൈറ്റ്ലി അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പൊസിഷൻ മാറും. ഇനി അതേസമയം നെഗറ്റീവ് ആണെങ്കിൽ ആ പൊസിഷൻ മാറുന്ന കാണാം അല്ലെ. ഇതിനർത്ഥമാക്കുന്നത് ഇപ്പൊ പോസിറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ ആണ് പ്രസന്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദി സബ്സ്ട്രേറ്റ് അഫിനിറ്റി. അത് കാരണമാണ് ആ ഗ്രാഫിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നത്. ഇറ്റ് ഇൻക്രീസസ് സബ്സ്ട്രേറ്റ് അഫിനിറ്റി. ഇനി അതേസമയം ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ ഇറ്റ് വിൽ റെഡ്യൂസ് ദ സബ്സ്ട്രേറ്റ് അഫിനിറ്റി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് വെലോസിറ്റി, റിയാക്ഷൻ വെലോസിറ്റി നമ്മൾ പറയുക. സപ്പോസ് ഒരു പോസിറ്റീവ് അല്ലോസ്റ്റെറിക് മോളിക്യൂളാണ് പ്രസന്റ്, അല്ലോസ്റ്റെറിക് ഇഫക്റ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റിയാക്ഷൻ വെലോസിറ്റി. അപ്പൊ നോർമലി ഉള്ള റിയാക്ഷനിൽ നിന്നും അത് മാറും, ആ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് ദി റിയാക്ഷൻ വെലോസിറ്റി. ഇനി അതേസമയം നെഗറ്റീവ് അല്ലോസ്റ്റെറിക് ഇൻഹിബിറ്റർ ആണെങ്കിൽ നമ്മൾ ഇൻഹിബിറ്റർ എന്ന് വിളിക്കും, ഇഫക്റ്റർ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ എന്ന് വിളിക്കും. അതിന്റെ റിയാക്ഷൻ വെലോസിറ്റി കുറയും. ഓക്കെ, സോ ഈ ഗ്രാഫ് വെച്ചിട്ടും നമുക്കത് പറയാം, ദാറ്റ് ഇസ് വെലോസിറ്റി വേഴ്സസ് സബ്സ്ട്രേറ്റിന്റെ ഗ്രാഫ്. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് കാണിക്കുന്ന എവിടെയെന്ന് നോക്കാം. നമുക്കറിയാം ഗ്ലൈക്കോലൈസിസിൽ വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആക്കും. അവിടെ ATP ADP ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. വരുന്ന എൻസൈമിന്റെ പേരാണ് ഹെക്സോകൈനേസ്. ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് എക്സസ് ആയിട്ട് വന്നു, അതായത് ആവശ്യം കൂടുതൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിൽ അത് നേരെ ഹെക്സോകൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ അല്ലോസ്റ്റെറിക് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അല്ലോസ്റ്റെറിക് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷണൽ ചേഞ്ചസ് വരും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് കൺഫർമേഷണൽ ചേഞ്ചസ്. അതായത് പിന്നെ ഗ്ലൂക്കോസിന് വന്നിട്ട് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ആയി. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേഷൻ. അപ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഈ കേസിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇറ്റ് ആക്ട്സ് ആസ് എ നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ. ഇനി എന്തിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഹെക്സോകൈനേസ് എന്ന് പറയുന്ന നമ്മുടെ എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് പ്രിവെന്റ്സ് ദി കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്ററിന്റെ തന്നെയാണ്. അപ്പൊ ഇതിൽ തന്നെയുള്ള ഫ്രക്ടോസ് വേറെ സ്റ്റെപ്പാണ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6,5 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇവിടെയും നമുക്കറിയാം ATP നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രക്ടോസിനെ ഫ്രക്ടോസ് 1,6,5 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത് അല്ലെ. ഫോസ്ഫോറിലേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന എൻസൈമും ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ്. ഓക്കെ, അവിടെ വരുന്ന എൻസൈമാണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്, ഹെക്സോകൈനേസ് അല്ല. ദിസ് ഇസ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോസ്ഫോഫ്രക്ടോകൈനേസ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ എൻസൈമിനെ ഞാൻ ചേഞ്ച് ചെയ്യാം. സോ ഇറ്റ് ഇസ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. അപ്പോൾ ഇവിടെ ഫോസ്ഫോഫ്രക്ടോകൈനേസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ്? അതിന് രണ്ട് ആക്ഷൻ വരും. ഐദർ ഇറ്റ് ക്യാൻ ബി ഇൻഹിബിറ്റഡ് ഓർ
ഇറ്റ് ക്യാൻ ബി അതിനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആക്ഷൻ എങ്ങനെയാ നമുക്ക് നോക്കാം. സോ സപ്പോസ് ATP ഒരുപാട് കൂടുതലാണെങ്കിൽ ഫോസ്ഫോഫ്രക്ടോകൈനേസിന് ആക്ടിവിറ്റി നമുക്ക് കുറയ്ക്കണം. അതായത് കൂടുതൽ ഗ്ലൈക്കോലൈസിസ് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആവശ്യത്തിൽ കൂടുതൽ ATP നമുക്ക് അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് ആ പ്രോസസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ATP എന്നുള്ളത് എക്സസ് ആയിട്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ATP ക്യാൻ ഷോ എ നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ ഇഫക്റ്റ്. അപ്പോൾ ഫോസ്ഫോഫ്രക്ടോകൈനേസിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അല്ലോസ്റ്റെറിക് മോഡുലേഷൻ ഇഫക്റ്റ് കാണിച്ചുകൊണ്ട് ആ സൈറ്റിൽ കയറിയിരിക്കും. ആരെ കയറിയിരിക്കാൻ പോകുന്ന ATP കയറിയിരിക്കും. പിന്നെ കൺവേർഷൻ നടക്കത്തില്ല. അതായത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആകത്തില്ല. ബിക്കോസ് ഇവിടെ ATP എക്സസ് ആയിട്ടുണ്ടായിരുന്നത് ഫോസ്ഫോഫ്രക്ടോകൈനേസിന്റെ അല്ലോസ്റ്റെറിക് സൈറ്റിൽ കയറിയിരുന്നു. എന്നിട്ട് ഇറ്റ് ഷോഡ് എ നെഗറ്റീവ് അല്ലോസ്റ്റെറിക് ഇഫക്റ്റ്. ഇനി വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ATPന്റെ അളവ് വളരെ കുറവാണ്. സോ ആ കേസിൽ AMPന്റെ അളവ് കൂടുതലായി ഇരിക്കാനാണ് സാധ്യതയുള്ളത്. സോ ATP വളരെ കുറവാണ്, അതിനർത്ഥം AMPന്റെ അളവ് ആ ഒരു സിസ്റ്റത്തിൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഈ കേസിൽ ATP കുറവാകുമ്പോൾ നമുക്കറിയാം ഗ്ലൈക്കോലിസിസ് കൂടുതൽ നടക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി മോളിക്യൂൾസ് അവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ ആ കേസിൽ കൂടുതൽ ഗ്ലൈക്കോലിസിസ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ കൂടുതൽ കൺവേർഷൻ നടക്കണം, ഗ്ലൈക്കോലിസിസ് കൂടുതലായിട്ട് അവിടെ നടക്കണം. അപ്പൊ ഈ കേസിൽ AMP അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ കയറിയിരിക്കും. എവിടെയാണ് കയറിയിരിക്കുക? ഏതിനെയാണ് കയറിയിരിക്കുക? ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ അല്ലോസ്റ്റെറിക് സൈറ്റിൽ AMP കയറിയിരിക്കും. ഇനി അത് ഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷനോ, അതായത് കൂടുതൽ കൺവേർഷൻ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന്റെ കൺവേർഷൻ നടക്കും ഇൻടു ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. എന്നിട്ട് അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യും. അതായത് ഗ്ലൈക്കോലൈസിസ് കൂടുതൽ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യും, കൂടുതൽ ATP മോളിക്യൂൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. സോ AMP ഈ കേസിൽ ആക്ട് ആസ് എ പോസിറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ, ബട്ട് ATP ഇൻ ദിസ് കേസ്, ഏതിന്റെ കേസിലാണ്? ഫോസ്ഫോഫ്രക്ടോസിന്റെ കേസിൽ ആക്ടഡ് ആസ് എ നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ. ഓക്കെ, അപ്പൊ എക്സസ് ആയിട്ടുള്ള ATP വരികയാണെങ്കിൽ ATP acts as a negative allosteric modulator and reduces glycolysis. But AMP ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ it increases the effect, അതായത് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ഉണ്ടാകുന്ന ഇഫക്റ്റ് കൂട്ടും by having a positive feedback modulation and increases glycolysis to generate more amount of ATP. ഇവിടെ വേറെ കുറച്ച് എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് ഹെക്സോകൈനേസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫോസ്ഫോഫ്രക്ടോകൈനേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അത് കൂടാതെ വരുന്ന രണ്ട് എൻസൈംസ് ആണ് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്. അവിടെ ATP ആക്ട്സ് ആസ് എ ഇൻഹിബിറ്റർ, അതായത് നെഗറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. whereas ADP and NAD+ act as a positive allosteric modulator. പൈറുവേറ്റ് കാർബോക്സിലേസ് ഗ്ലൂക്കോനിയോജനസിസിൽ വരുന്നതാണ്. അവിടെ അസറ്റൈൽ കോയെ എന്ന് പറയുന്നത് ആക്ട് ആസ് എ പോസിറ്റീവ് അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് അതിന് മാക്സിമം നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ.